ഹലോ ഫ്രണ്ട്സ്, നിങ്ങളേവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രവിതൻ്റെ ചെമ്മനൽ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നാളത്തെ വിശേഷം എല്ലാ ദിവസവും പിറ്റേ ദിവസത്തുള്ള വിശേഷം നമ്മൾ വൈകിട്ട് 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാണാൻ ആഗ്രഹമുള്ളവർ കാണുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കിടക്കാം. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ദേവ് വിളിച്ച് പറയുകയാണ്, രേവതിയെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ആ ദേവതി ആദ്യം പോണ്ട് കരച്ചില്ല. അപ്പം സച്ചി പറയുന്നുണ്ട്, കരയാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം. അതൊന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പോയി അമ്മനെ രക്ഷപ്പെടുത്താന്നുള്ള ഇത് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ഒരുങ്ങി അടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റേഷൻ്റെ ഭാഗത്ത് ചെന്നപ്പോൾ തന്നെ ദേവുവിനൊരു ആശ്വാസമുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഒരാൾ വന്നല്ലോ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ, കാരണം സച്ചിൻ രേവതി വന്നല്ലോ എന്നുള്ള രീതിയിൽ ദേവു ആശ്വസിച്ചു. പിന്നെ ഓടിച്ചെന്ന് അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് രേവതി ലക്ഷ്മിയെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുക. അമ്മയ്ക്ക് ഈ ശരത്ത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള രീതിയിലൊരു കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം സച്ചി നേരെ അമ്മയോട് പറയും, ലക്ഷ്മി പറയും, ശരത്ത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു, ശരത്തിനെ പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോട്ടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ മരിക്കുന്നത് ശരത്ത് ചെയ്തതായിട്ടുള്ള തെറ്റ് കാരണം കൊണ്ട് അച്ഛൻ മനംനൊന്നും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നേ. ഇപ്പം ഞാനും ആ സ്റ്റേജിൽ എത്തേണ്ട, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാളും അമ്മയും ഭയങ്കര കരച്ചിൽ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയും, അമ്മ എന്തായ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ്റെ അബദ്ധം പറ്റിപ്പോയി. ആ അബദ്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ അവനെല്ലാവരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പോൾ കരയേണ്ട കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും പിന്നെ അകത്തോട്ട് പോവുകയാണ്. ദേവും സച്ചിയും രേവതിയും കൂടി ചെന്നപ്പോൾ എസ് ഐ കാണുമ്പോൾ, സാറേ എൻ്റെ അമ്മയാണ്, എങ്ങനെയൊന്നും വിട്ടു തരണമെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കത്തില്ല. കാരണം ഒരിക്കലും അതായത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവനെ ഒളിപ്പിച്ചതാണ്, അവനെ വിട്ടു തരാതെ നിങ്ങളുടെ അമ്മേനെ വിട്ടു തരത്തില്ല എന്നുള്ള രീതിയിൽ പറയും. അതുകൊണ്ടാണ് സാറേ ഇത് നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ, കാരണം പറഞ്ഞാൽ കട്ടവനെ കിട്ടിയവനെ പൊക്കുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം എന്ന് കഴിഞ്ഞാൽ നീ എന്ത് തോന്നിയാൽ പറഞ്ഞാൽ നീ കുറേ നിയമവശങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണോ? കാരണം എന്ന് കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. മാത്രമല്ല ഇതിന് മേലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഈ ഒരു പ്രഷറുണ്ട്. ഇത് നിൻ്റെ അമ്മയല്ലേ ഇപ്പോൾ പരാതി കൊടുത്തത്, അവർ പിൻവലിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും മാർഗം നോക്ക്. അല്ലാതെ ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യാനാ? കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളിത് നോക്കി നിൽക്കേണ്ട സ്റ്റേജ് വരുന്നു. മര്യാദയ്ക്ക് നീ കൂടുതൽ വളച്ചിലിറക്കി നിന്നെ പിടിച്ചകത്തിട്ട് നിങ്ങളെല്ലാം ചേർന്ന് കളിച്ചുകൊണ്ട് എന്ന് കളിയാണ്. എത്ര ചോദിച്ചിട്ട് നിൻ്റെ അമ്മ ഈ സത്യം പറയുന്നില്ല, എല്ലാവരും ചേർന്ന് ഒളിപ്പിക്കുമല്ലേ? കാരണം കഴിഞ്ഞാൽ സച്ചി പറയും, ഇല്ല സാർ ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അവൻ ഈ സംഭവം പറഞ്ഞ പിന്നെ എവിടെയോ മുങ്ങിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല സാർ, എങ്ങനെയില്ല നിങ്ങൾ വിട്ടു തരണമെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒന്നാം സാറേ എങ്ങനെയാണ് ദേവ് പറയുക, സാറേ പറയുന്നത് സത്യമാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല, എവിടെയാണ് ഒളിപ്പിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല, അല്ല ഞങ്ങൾ ഒളിപ്പിച്ചേക്കുന്നില്ല, എവിടെയാണ് അവൻ പോയേക്കുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങളോട് ദൈവം കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയാം, സാറേ അമ്മ പാവം, അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല, എവിടെയാണ് പോയേക്കെന്ന് അറിയത്തില്ല, എന്തേലും അറിവ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയാം, ഇപ്പോൾ എൻ്റെ അമ്മേനെ വിട്ടു തരണമെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കത്തില്ല. കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നേക്കുന്നത്. അപ്പോൾ അത് സ്വന്തം കുടുംബത്തിൽ കയറി ഇത് തെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനനുസരിച്ച് നിങ്ങൾ ഫാമിലിയുള്ളൊരു വാപ്പസ് ചെയ്ത് അല്ലെങ്കിൽ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല. പക്ഷേ ഇതിപ്പം കേസ് സ്ട്രോങ് ആണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു രീതിയിലും ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, സാറേ ഇത് നിങ്ങൾ അമ്മനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേറൊരു പോലീസുകാരനെ വിളിച്ചിട്ട് പറയാം, ഇവരെ പിടിച്ച് പുറത്താക്കി, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഞാനിവനെ ഇപ്പോൾ ഇടിച്ച് നൂർത്ത് ഞാൻ അകത്ത് കയറ്റിയിടുമെന്ന് പറയുമ്പോഴത്തേക്കും ആ പോലീസുകാരൻ വന്ന് അവനെ വിളിച്ചിട്ട് പുറത്തുകൊണ്ടിരിക്കുന്നത്. ആ പോലീസുകാരനെ സച്ചിന് പരിചയമുണ്ട്. സച്ചിയോട് പറയാം, സച്ചി വേറെ എന്തെങ്കിലും മാർഗം നോക്കി അവനെ പുറത്തിറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആ കേസ് അല്ലെങ്കിൽ കോടതി പോകുന്ന മുമ്പേ അവനില്ലാതെ രക്ഷപ്പെടുത്താൻ നോക്ക്. കാരണം കോടതി പോയി കഴിഞ്ഞാൽ 5-6 വർഷമെങ്കിലും ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവനെ പെട്ടെന്ന് ഇറക്കാൻ നോക്കുന്ന പറയുമ്പോഴത്തേക്ക് എസ് ഐ അവിടെ നിന്ന് അകത്തുനിന്ന് വരുവാണ്. എസ് ഐ അകത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് എസ് ഐ വരുന്നതിനെ പോലീസുകാരും പറയും, അവിടെ സച്ചി നിന്നിട്ട് പറയും, സാറേ ദയവ് ചെയ്ത്, കാരണം എന്നോട് കനിവുണ്ടാകണം, കാരണം കഴിഞ്ഞാൽ ഈ അമ്മേനെ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല, അവൻ തിരിച്ചു വരാതെ ഈ കേസിനൊരു പരിഹാരം ഉണ്ടാകും. നിങ്ങൾ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇത് അമ്മേനെ പിടിച്ചിട്ട് നിർത്തുന്നത്, ദയവ് ചെയ്ത് വിടണം. കാരണം ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിക്കാം, എൻ്റെ മുമ്പിൽ അവൻ വരുവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് കൊണ്ട് തരാം എന്ന് പറയുമ്പോഴത്തേക്ക് സർച്ചിന് മനസാക്ഷി കാണിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പോലീസ് എസ് ഐ പറയാം, എവിടെ തന്നോടോ അല്ലെങ്കിൽ ഈ കുടുംബത്തോടോ എനിക്ക് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഈ മീഡിയയുടെ പ്രഷറും പിന്നെ ഉന്നത സ്ഥലത്ത് നിൽക്കുന്നതിനുള്ള പ്രഷറൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? കാരണം കഴിഞ്ഞാൽ അത്ര രീതിയിലുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീയും
എങ്ങനെയും അവൾ കൊണ്ടുവരണം. പക്ഷെ ഒരു കാര്യം പറയാം, നീ പറഞ്ഞ പോലെ ഇന്നൊരു ദിവസത്തേക്ക് വിട്ടുതരാം. ഒരു ദിവസം, ഒറ്റ ദിവസം നിനക്ക് സമയം തരുന്നു. ഒറ്റ ദിവസത്തിനുള്ളിൽ നിൻ്റെ അമ്മയെ തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ല അമ്മയല്ല അവനെ ശരത്തിനെ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മേനെ പിന്നെയും പിടിക്കും. അതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവും ഇല്ല. എങ്ങനെയും നിങ്ങൾ തന്നെ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴത്തേക്ക്, സാർ ഉറപ്പായിട്ട് കൊണ്ടുവരാം സാർ, എങ്ങനെയും ഞാൻ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ പോലീസുകാരനോട് പറയാം, എന്നാൽ അവളെ വിട്ടേക്കെന്ന് പറയുക. അങ്ങനെ പറഞ്ഞ് ലക്ഷ്മിയുടെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് എസ് ഐ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പോലീസുകാരൻ പറയും, ശരത്തെ എന്നെ അല്ല സച്ചി എന്നെ ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല സാർ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, എനിക്കറിയാവുന്നൊരു വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്, ആ വക്കീലിനെ പോയി കണ്ടാൽ മതി, ആ വക്കീൽ കാര്യം പറയാം, വക്കീലാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ കേസ് ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജാമ്യത്തോടെ ഇറങ്ങി വരാൻ പറ്റും. അവനെ കൂടുതൽ പ്രശ്നത്തിൽ ഏർപ്പെടുത്താതെ, അവനെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ തന്നെ ഇറങ്ങി വരാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും മാർഗ്ഗം നോക്കാൻ പറയും. ശരി സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുക, അവനെ നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും, നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും ഇതിൻ്റെ പരിണതഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ലമ്മ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ അവനെ രക്ഷപ്പെടുത്തും. അപ്പോൾ എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായി, കാരണം ഞാനത് കീപ്പ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ കീപ്പ് ചെയ്തില്ല ആ വീഡിയോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പറ്റി. എന്താണെങ്കിലും അവൻ എൻ്റെ അളിയനാണ്, അവനെ ഞാൻ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നുള്ള അത്ര ഒരു കോൺഫിഡൻറ്റോടെ നിന്ന് സംസാരിക്കുകയാണ് സച്ചി. അത് കഴിഞ്ഞുള്ള നമ്പർ, ആ വക്കീലിൻ്റെ നമ്പരും അല്ല പോലീസുകാരൻ്റെ വക്കീലിൻ്റെ നമ്പർ മേടിക്കുകയാണ്. നമ്പർ മേടിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ സുധിയും മീരയാണ്. സുധിയും മീരയ്ക്കും നമ്മുടെ ആൻ്റണിയുടെ കോൾ വരികയാണ്. ആൻ്റണി ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ആൻ്റണിയുടെ ചെല്ലുന്നത് എൻ്റെ എന്താ ആൻ്റണി കാണണമെന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും, അതേ കാണുന്നതിന് എനിക്ക് കാണണമെന്ന് പറഞ്ഞത് കാരണം പറഞ്ഞാൽ ഞാൻ സംഭവം പറയുന്നതിനെക്കാട്ടും തന്നെ നിങ്ങൾ നേരിട്ട് കാണുന്നതല്ല, നിങ്ങൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് റൂമിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ട്രിപ്പൊക്കെ ഇട്ട് നമ്മുടെ നവീൻ ദാസ് കിടക്കുകയാണ്. ഇതെന്താ ആൻ്റണി ഈ സംഭവം ഇങ്ങനെ, ഇതെന്ത് കാണിച്ചിട്ടേക്കെന്ന് പറയുമ്പോഴത്തേക്ക്, ഇതെന്ത് കാണിക്കണം നീ പറഞ്ഞിട്ട് ചെയ്ത്, ഞാൻ നിന്നോട് അടിക്കാനല്ലേ പറഞ്ഞു, ഇതിപ്പോൾ ചത്തോ എന്ന് പറയുമ്പോഴത്തേക്ക്, ചത്തിട്ടൊന്നുമില്ല, നീ ചത്തിട്ടുണ്ടെങ്കിൽ ഇവന് ട്രിപ്പ് കൊടുത്തോണ്ട് നീ ഇങ്ങനെ മണ്ടത്തിലാണോ പറയുന്നത് ചോദിക്കും. ഉടനെ ഇത് ചത്തിട്ടൊന്നുമില്ല, നീ പെരുമാറി നല്ല പെരുമാറി എന്ന് പറയുമ്പോഴത്തേക്ക്, ഇത്രയും അടിക്കാൻ പറഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, വലുതായിട്ടൊന്നും അടിച്ചില്ല, ഞങ്ങൾ 2-3 അടിയൊക്കെ അടിച്ച് തലക്കെട്ടും കൊടുത്തപ്പോഴത്തേക്ക് അവൻ താഴെ വീണ് ബോധം പോയി. അവൻ ഇപ്പോൾ ഈ സ്റ്റേജിലായി. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അറിയാം, വേറെ ഒന്നും ചെയ്യാനില്ല, നീ ഇത് ഏറ്റെടുക്കണം. ഞാൻ ഏറ്റെടുക്കാനോ, നീ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇവനെ ഒന്ന് പേടിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ ഇവന് ഈ കേസ് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്ത് വിടാനാണല്ലോ ഉദ്ദേശിച്ചത്. ഇവനിപ്പോൾ ചാകുന്ന സ്റ്റേജിൽ എത്തിയല്ലോ, ഇതിനിപ്പോൾ ഉത്തരവാദി ആരാന്ന് വെച്ചാൽ ഉത്തരവാദി നീ തന്നെ. ഒരു കാര്യം നീ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വഴി കണ്ടേ പറ്റുള്ളൂ നവീൻ ദാസ് അല്ല ആൻ്റണി പറയുമ്പോഴത്തേക്ക് മീര പറയുവാണ്, എന്നെ വഴി കാണുന്നത് ഇവനെ പിടിച്ചുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ രക്ഷപ്പെടുത്താന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്നെ മണ്ണത്തരാണ് കുറച്ച് പറയുന്നത്. കാരണം ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കേസാകത്തില്ല. അവരപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് എന്നെ പൊക്കി കഴിഞ്ഞാൽ നിന്നെ പൊക്കും, അതായത് ശ്രുതിയെ പൊക്കും. ഈ ശ്രുതിയെ പൊക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞത് ജീവപര്യന്തമെങ്കിലും കിട്ടും. ആ രീതിയിലുള്ള സ്റ്റേജ് ആകും. കാരണം ഇവൻ ചത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജയിലിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആ സ്റ്റേജാണ്. വേണമെന്ന് ചോദിക്കാം, അയ്യോ ഇതിപ്പം കുരിശിന് മേലെ കുരിശാണല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചോദിക്കുക, ഇപ്പം എന്താ മാർഗ്ഗമുണ്ടെന്ന് പറയാം. വേറെ മാർഗ്ഗമുണ്ട്, ഒരു ചെറിയൊരു മാർഗ്ഗമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു ആയുർവേദ വൈദ്യ രീതിയിലുള്ള ഒരു ചികിത്സയുള്ള ഒരു സെൻറ്റർ നമ്മുടെ വയനാട്ടിലുണ്ട്. അങ്ങോട്ടാകുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ചികിത്സിച്ചാൽ മതി, വേറെ ആരും അറിയത്തൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല. അതിനിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിനൊരു 2 ലക്ഷം രൂപ ചിലവ്. 2 ലക്ഷം രൂപയോ, ഇത് ഞാനിത് എവിടെ കൊണ്ടുപോയി ഉണ്ടാക്കാൻ, എൻ്റെ ഈ കാശൊന്നും ഇല്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവൻ ചത്ത് പോയി കഴിഞ്ഞാൽ നീ സമാധാനം പറയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇതിപ്പം പിടിച്ചതിന് മേലിലാണല്ലോ വന്നേക്കുന്ന സാധനം എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയും കാശ് റെഡിയാക്കി തന്നേ പറ്റത്തുണ്ടോ. മീര പറയുക, നിൻ്റെ ക്യാഷ് ഉണ്ടല്ലോ, നീ എന്നാൽ പിന്നെ ചിലവാക്കത്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ പറയാം, ഞാനെന്തിനു ചിലവാക്കുന്നത്, ഇവളുടെ കേസാണ്, ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ അടിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഞാൻ ഇവർ ചിലപ്പോൾ മാപ്പ് സാക്ഷിയാകാൻ വേണ്ടി വേണമെന്ന് ഞാൻ ചെയ്യും. പോയി മാപ്പ് സാക്ഷി, സാറേ ഇന്ന പോലെ സംഭവിച്ചു പോയി, പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അത് ചെയ്തു പോയി സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക്, വേറൊന്നും ചെയ്യാനില്ല, നീ ക്യാഷ് അറേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ശ്രുതിയും മീരയും ഇറങ്ങി വന്നിട്ട്, ഇതിപ്പം കാശ് നേരത്തെ വലുതാണല്ലോ. ഇപ്പം നേരത്തെ ആണെങ്കിൽ നവീൻ ദാസിന് കുറച്ച് ക്യാഷ് കൊടുത്ത് നവീൻ ദാസിനെ ഒതുക്കിയാൽ മതി. ഇപ്പം നവീൻ ദാസ് ആൻ്റണിക്കും ക്യാഷ് കൊടുക്കണം, നവീൻ ദാസ് ജീവനോടെ വന്നിട്ട് അവൻ പിന്നെയും പഴയതുപോലെ നിൽക്കുകയാണ്, നവീൻ ദാസിന് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഗുലുമാലായ്മ നിൽക്കുക എന്നുള്ള രീതിയിൽ അവരുടെ കൊണ്ട് പറഞ്ഞു പോകണം. അവർ ഇറങ്ങിയപ്പോൾ തന്നെ ഡോറ് കുറ്റിയിട്ടിട്ട് ആൻ്റണി ഒരു ചിരി ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നവീൻ ദാസ് കണ്ണൊക്കെ തുറന്ന് മറ്റേ ട്രിപ്പിൻ്റെ ഓക്സിജൻ വെച്ചേക്കുന്നിട്ട് ആ ഒരു മാസ്കൊക്കെ മാറ്റി നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും ഉഗ്രൻ ഡ്രാമയാണ് അവിടെ അഭിനയിച്ചേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കള്ളക്കളിയാണ് കളിച്ചത്. കാരണം ഇവളുടെ അടുത്ത് ക്യാഷ് അടിക്കാൻ വേണ്ടി. ആൻ്റണി പറയുവാണ്, ഇവളുടെ ക്യാഷ്
വസൂലാക്കണം. കാരണം ഇവളുടെ ഇഷ്ടം പോലെ കാശ് കാണും. എങ്ങനെയല്ല ഇവിടുത്തെ കാശ് ഇവളെന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ, ആ കള്ളത്തരം പൊളിയാതിരിക്കാൻ വേണ്ടി ഇവൾ ക്യാഷ് ഇറക്കും. ആ കള്ളത്തരം നമുക്ക് അതങ്ങനെ ആ കള്ളത്തരം നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കുക. ഉടനെ എന്നിട്ട് പറയാം, ഇനി അവളുടെ കെട്ടിയവൻ്റെ ഷോറൂം വിൽക്കുന്ന രീതിയിൽ വരെ നമ്മൾ അവിടുത്തെ ക്യാഷ് ഈടാക്കും. അത് എന്നിട്ടേ ഉള്ളൂ അവളെ ഇല്ലാതാക്കി നമ്മൾ കൊണ്ടുവരുമെന്ന് പറയാം. ഉടനെ നവീൻ ദാസ് പറയാം, നമ്മൾ മച്ചാനെ നമ്മൾ പൊളിയാണ്, നമ്മൾ ഈ കൂട്ട് ബിസിനസ് അടിപൊളിയാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു സീനാണ് അവർ കാണിക്കുന്നത്. അടുത്തതായിട്ട് സച്ചിൻ രേവതിയും വക്കീലിനടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് സാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് ആയിരിക്കും ശരത്തിൻ്റെ കേസല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരത്തിൻ്റെ കേസ് സാർ അങ്ങനെ മനസ്സിലായി. അവിടുത്തെ സ്റ്റേഷനിലെ വിനയൻ എന്ന് പറഞ്ഞ സാറ് എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ സാർ. ഇപ്പം എന്താ ഇപ്പം ശരത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരത്ത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ, എടോ തനിക്കറിയത്തില്ല, എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസിനോട് സത്യം പറഞ്ഞില്ല, എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഈ കേസിൽ നിന്ന് അവനെ ഊരിക്കൊണ്ട് വരാൻ പറ്റത്തില്ല, സത്യം പറയാം. ഉടനെ സച്ചി പറയാം, സാറേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവനെ ഒളിപ്പിച്ചേക്കുവാന്ന് പറയും. അതെനിക്കെല്ലാം നന്നായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ എന്തിനീ തെറ്റ് ചെയ്ത്, അവൻ ചെറുപ്പക്കാരൻ പയ്യനല്ല, പഠിക്കുന്ന പയ്യനല്ല, അവൻ ഈ സ്ഥിരം മോഷണമാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ രേവതി ചാടിക്കയറി പറയും, സാർ അങ്ങനെയൊന്നുമല്ല, അവൻ അറിയാണ്ട് ചെയ്തു പോയെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി തന്നെ പറയുക, സാർ അവനൊരു വാശിക്ക് ചെയ്ത വീട്ടിലൊരു ക്യാഷ് മോഷണം പോയി, അത് അവനെ അന്നുള്ള തെറ്റിദ്ധരിച്ച് അവനെ അടിക്കുകയും അവനെ അപമാനിക്കുകയൊക്കെ ചെയ്ത് ആ വാശിക്ക് ചെയ്തതാണ് സാർ, അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശരി ആയിക്കോട്ടെ, എന്താണല്ലോ ഇതിൻ്റെ മാർഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാർഗ്ഗമുണ്ട്. ഒന്ന്, ഈ കേസ് കൊടുത്തേക്ക് നിൻ്റെ അമ്മയെന്നല്ല പറഞ്ഞ്, അമ്മ കേസ് പിൻവലിക്കണം. പിന്നെ ഇതിന് കുറച്ച് ക്യാഷ് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കേസ് പിൻവലിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ പാടാണ്, ക്യാഷ് ഇറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേസ് പിൻവലിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പം ആദ്യം നീ കേസ് പിൻവലിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞ് അച്ഛനും അമ്മയായിട്ട് സംസാരിച്ച് കേസ് പിൻവലിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാർ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി പറയുകയാണ്. അങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിടുമ്പോഴത്തേക്ക് രണ്ടുപേരും സച്ചിയും രേവതി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന സീനാണ് ഇന്ന് ലാസ്റ്റ് കാണിക്കുന്നത്. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ കാണുന്നവരുണ്ട്, പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യണം. അതുപോലെ ഒരു കൂടി ഓർമ്മപ്പെടുത്തണം, വൈകിട്ട് നിങ്ങളുടെ ഇതിൻ്റെ നാളത്തെ വിശേഷത്തിൻ്റെ വീഡിയോ വൈകിട്ട് 8 മണിക്കും 9:30 ഇടയ്ക്ക് ഇടുന്നതാണ്. അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.